ഹലോ, എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ മുല്ലപ്പൂ ചിക്കനാണ്. മുല്ലപ്പൂ തലയിൽ മാത്രമല്ല കേട്ടോ, ഇങ്ങനെ ഒരു വിഭവം നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണിത് പ്രിപ്പയർ ചെയ്യാമെന്ന്. നമ്മുടെ അരി ഞാനവിടെ സോനാ മസൂരിയാണ് എടുത്തിട്ടുള്ളത്. അരി ഞാൻ ഒരു 3 മണിക്കൂറോളമായി ഇപ്പം കുതിർത്ത് വെച്ചിരിക്കുന്നു. ഞാൻ 1/4 കപ്പ് അരി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ചിക്കനെ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചിക്കൻ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ വളരെ കുറച്ച് വെള്ളം, ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും, അപ്പം ഞാൻ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഞാനിതിനെ ഒന്ന് വേവിച്ച് എടുക്കാൻ പോവാണ്. ലേശം ഉപ്പ് മതി, വേറെ ഒരു സാധനം ഇടരുത് കേട്ടോ. കാരണം നമ്മൾക്ക് ഈ ചിക്കൻ നമുക്ക് വെള്ള കളറിൽ തന്നെ കിട്ടണം. അത് കാരണം നമുക്കതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. അതെ, ഞാൻ വേറെ ഉപ്പ് മാത്രമേ ചേർത്തിരുന്നുള്ളൂ. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. ബൗൾ എടുത്തിട്ട് ഈ ചിക്കൻ പീസസിനെ ഇതിലേക്ക് ഇടാം. വെളുത്തുള്ളി, അപ്പം ഞാനിവിടെ 5-6 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സവാളയാണെങ്കിൽ ഒരു സവാള, 3/4 സവാളയോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ മുളക്, നമ്മുടെ പച്ചമുളക് 1.5 പച്ചമുളക് ഞാൻ നമ്മുടെ എരിക്ക് അനുസരിച്ചാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ എരിക്ക് അനുസരിച്ചുള്ളത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിടുക. പിന്നെ നമുക്ക് വേണ്ടിയത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പം ഇതെല്ലാം കൂടെ ഞാൻ ഇനി ഒന്ന് അരച്ചെടുക്കാൻ പോവാം. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, ലേശം ഗരം മസാല, നമ്മുടെ ചിക്കൻ ഒന്ന് സീസൺ ചെയ്യാൻ വേണ്ടി മാത്രം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കനെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് നമുക്കിങ്ങനെ ഒരു പേസ്റ്റായിട്ട് കിട്ടും. ഇനി നമ്മുടെ സ്റ്റീമർ എടുക്കുക. സ്റ്റീമറിലേക്ക് വാഴയില കട്ട് ചെയ്ത്, വാഴയില അതേ ഷേപ്പിൽ കട്ട് ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം നമ്മളുടെ കയ്യിൽ കുറച്ച് എണ്ണ എടുത്തിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പരട്ടി കൊടുക്കുക. അതിന് ശേഷം ചെറിയ നെല്ലിക്കയുടെ സൈസിലുള്ള ബോൾസ് ആക്കിയിട്ട് നമുക്ക് ആ ചിക്കനെ നന്നായിട്ടൊന്ന് ബോളാക്കി ഓരോന്നും അങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ 2 ട്രിപ്പായിട്ടാണ് ഫുള്ള് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇത് ഫസ്റ്റ് ട്രിപ്പാണ്. അപ്പോൾ നമ്മുടെ ബോൾസ് ആക്കിയ ശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരിയെ ഡ്രെയിൻ ചെയ്തെടുക്കുക. വെള്ളം ഉണ്ടാവരുത്. അപ്പോൾ ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് ആ ചിക്കൻ ബോൾസിനെ ഇതിലേക്ക് കോട്ട് ചെയ്യാം. ഈ അരിയും വെച്ചിട്ട് കോട്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ കുക്ക് ചെയ്യാനായിട്ട് വെക്കാൻ പോവാണ് സ്റ്റീമറിനകത്ത്. ഇനി നമ്മുടെ സെർവിങ് ഡിഷിൻ്റെ ഷേപ്പിൽ ഒരു വാഴയില കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് നമ്മുടെ റെഡിയായ മുല്ലപ്പൂ ചിക്കനെ ഇതിലേക്ക് വിളമ്പി വെക്കാം. വിളമ്പുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കൈകൊണ്ട് നമ്മളെടുത്താൽ ചിലപ്പം ചോറൊക്കെ അതിൻ്റെ മുകളിലുള്ള കോട്ടിങ് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കഴിവതും നമ്മുടെ ടീസ്പൂൺ വെച്ചിട്ട് എടുക്കുമ്പോൾ അത് ഉടയാണ്ട് നന്നായിട്ട് നമുക്കതിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു ട്രിപ്പ് മുല്ലപ്പൂ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത ട്രിപ്പിന് സ്റ്റീമറിലേക്ക് വെക്കാൻ പോവാണ്. അതും അതുപോലെ തന്നെ ചെയ്തെടുത്ത് നമുക്ക് അടിപൊളിയായിട്ട് നല്ലൊരു സ്റ്റാർട്ടറുമാണ്, നല്ലൊരു നമ്മുടെ മീൽസിൻ്റെ കൂടെ ഒരു സൈഡായിട്ട് കഴിക്കാൻ പറ്റിയൊരു സംഭവമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. അടുത്തൊരു അടിപൊളി എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.